മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബജറ്റിന് മുമ്പായിട്ട് IRFCയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചു വെക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിച്ചു വെച്ചോളി എന്നല്ല, മറിച്ച് നല്ലൊരു സ്റ്റോക്കാണ്, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IRFC ആണ്, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ഇന്ന് നമുക്കറിയാൻ പറ്റും 195 രൂപ 27 പൈസയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 11 രൂപ 83 പൈസ പോസിറ്റീവ് സൈഡാണ്, അഥവാ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 6.645% ഉയർന്നിട്ടാണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് നടന്നിട്ടുള്ളത്. പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 184 രൂപ 64 പൈസ വരെ താഴ്ന്നു വന്നിട്ടുണ്ട്. 197 രൂപ 50 പൈസ വരെ ഹൈയും പോയിട്ടുണ്ട്. ഇത് ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 187 ടു 194 എന്ന് പറയുമ്പോൾ തന്നെ 10 രൂപയുടെ ഡിഫറൻസ് അവിടെ വന്നു. 10 രൂപയുടെ അധികമായി ഒരു ദിവസം ഡിഫറൻസ് വന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിച്ച് വെച്ച ആൾക്ക് ഇന്ന് തന്നെ നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് IRFC. നെക്സ്റ്റ് നമ്മൾ ഈ 52 വീക്കിൽ ലോ നോക്കുകയാണെങ്കിൽ 34 രൂപ 55 പൈസ വരെയാണ് താഴെ പോയിട്ടുള്ളത്. മേലോട്ടാണെങ്കിൽ ഹൈയിൽ പോയിട്ടുള്ളത് 52 വീക്കിൽ 229 രൂപ വരെ ഹൈയും പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 197 രൂപ വരെ വന്നിട്ട് 195.27 ക്ലോസ് ചെയ്യുകയാണ് കാണുന്നത്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2,39,742 ക്രോറാണ്. PE റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 37.36, PB റേഷ്യോ 4.87, ഇൻഡസ്ട്രി PE റേഷ്യോ 26.63, ഡെപ്റ്റ് ടു ഇക്വിറ്റി 8.38, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.04%, EPS TTM ബേസ് ചെയ്തിട്ട് 4.91, ഡിവിഡൻഡ് yield 0.82% കാണുന്നത്. ബുക്ക് വാല്യൂ വരുന്നത് 37.63, ഫേസ് വാല്യൂ 10 രൂപയുമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ IRFCയുടെ ത്രൈമാസ കണക്ക് റവന്യൂവിൽ പറയുകയാണെങ്കിൽ 2023 മാർച്ച് ക്വാർട്ടറിൽ 6,230 കോടി രൂപയായിരുന്നു കമ്പനിയുടെ റവന്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് 2023 ജൂൺ ക്വാർട്ടറിലേക്ക് എത്തുമ്പം 6,681 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ പാദത്തിലേക്ക് വരുമ്പോൾ 2023 സെപ്റ്റംബറിലേക്ക് എത്തുമ്പം 6,767 കോടി രൂപയായി വീണ്ടും വർധനവ് തന്നെയാണ് അതിൽ കാണുന്നത്. 2023 ഡിസംബറിലേക്ക് വരുമ്പം ഡിസംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം 6,740, അതായത് 27 കോടിയുടെ മൈനസും അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നാമമാത്രമായ ഒരു മൈനസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 2024 മാർച്ച് ക്വാർട്ടറിൽ 6,478 കോടി രൂപയാണ് റവന്യൂ ബുക്ക് ചെയ്തത്. ഇത്രയും മാസ കണക്കാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ഇതിൻ്റെ ഇയർലി നോക്കുകയാണെങ്കിൽ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു ഗ്രാഫാണ് കാണുന്നത്, സ്കെയിലാണ് നമ്മൾ കാണുന്നത്. 2019, 20, 21, 22, 23 5 വർഷത്തെ കണക്ക് നിങ്ങൾ കാണുന്നത് പോലെ ഒരു പ്രതീക്ഷ തരുന്ന ഒരു വളർച്ച മുരടിക്കാത്ത രൂപത്തിലുള്ള ഒരു ഇൻക്രിമെൻ്റാണ് കാണുന്നത്. 2019 11,134 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. 2020 വരുമ്പം 13,421, ഏകദേശം 2,000 കോടിയുടെ വർധനവ് കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് റവന്യൂയുടെ വിഷയത്തിൽ. 2021 വരുമ്പം 15,771 കോടി രൂപയാണുള്ളത്. 2022 വരുമ്പം നല്ല ഒരു ഫിഗർ വർധന വന്നിട്ടുണ്ട്. 20,302 കോടി രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. അഥവാ അത്യാവശ്യം നല്ലൊരു ഫിഗറിലേക്ക് റവന്യൂ എത്തിക്കാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. 2023 ലാസ്റ്റ് സാമ്പത്തിക ഇയറിൽ 23,933 കോടി രൂപയാണ് സമ്പാദിക്കാൻ സാധിച്ചത്. നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം ത്രൈമാസ കണക്കിലെടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള കണക്ക് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ മാർച്ച് 2023 1,285 കോടി രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ IRFCക്ക് പറ്റിയത്. 2023 ജൂൺ ക്വാർട്ടറിലേക്ക് എത്തുമ്പം അതൊന്നുകൂടി വർധന വരുത്തിയിട്ടുണ്ട്. 1,557 കോടി രൂപയിലേക്ക് വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 2023 സെപ്റ്റംബർ ക്വാർട്ടറിലെ ക്ലോസ് ചെയ്യുമ്പോഴുള്ള കണക്ക് 1,550 കോടി രൂപയാണ്. നെക്സ്റ്റ് 2023 ഡിസംബർ ക്വാർട്ടറിലേക്ക് വരുമ്പം വീണ്ടും വർധനവാണ്. 1,599 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു 3 മാസത്തെ കണക്കാണത്. 2024 ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടറിൽ നോക്കുമ്പം 2024 ലാസ്റ്റ് ക്വാർട്ടറിൽ നോക്കുമ്പം 1,717 കോടി രൂപയാണ് കമ്പനിയുടെ ത്രൈമാസ കണക്കനുസരിച്ചുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്.
ഇതേ പ്രോഫിറ്റിൻ്റെ കാര്യം ഇയർലി നോക്കുകയാണെങ്കിലും നല്ലൊരു ഹോപ്പ് തരുന്ന ഒരു സ്കെയിലാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ 2019 2255 കോടി രൂപയും 2020 3192 കോടി രൂപയും 2021 നല്ല രീതിക്ക് ഒരു വർധന വരുത്തിയിട്ടുണ്ട് 4416. അഥവാ 2019 അപേക്ഷിച്ച് ഡബിൾ വർധനവാണ് 2021 എത്തുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. 2022 വരുമ്പം 2022 വരുമ്പോൾ 6090 കോടി രൂപയിലേക്ക് എത്തി. 2023 വരുമ്പോൾ 6337 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ ഒരു പിക്ചർ ഈ ഒരു പ്രോഫിറ്റിൻ്റെ സ്കെയിലിൽ. നെറ്റ്വർത്തിൻ്റെ കാര്യം കൂടി നമുക്ക് പരിഗണിക്കാം. നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ ഇയർലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ലൊരു സാധ്യതയുള്ള ഒരു കമ്പനിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് മാർക്കറ്റ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടോ അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ സെബിയുടെ അപ്രൂവലായിട്ടുള്ള അനലിസ്റ്റ് അല്ല എന്നുകൂടി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ആവശ്യത്തിന് ഞാൻ പഠിക്കുന്നു, നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം വേണ്ട തീരുമാനങ്ങൾ എടുക്കുക. അത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. നെറ്റ്വർത്തിൻ്റെ കാര്യം 2019 to 2023 വരെയുള്ള കണക്ക് നോക്കുമ്പം 2019 25,029 കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ്വർത്ത്. 2020 വരുമ്പം അത് നല്ലൊരു വർധനവ് വന്നിട്ടുണ്ട്, 30,300 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. 2021 വരുമ്പോൾ 35,913 കോടി രൂപയും 2022 വരും 40,996 കോടി രൂപയെ നെറ്റ്വർത്ത് വർദ്ധിച്ചിട്ടുണ്ട്. 2023 വരുമ്പം 2023 ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം ഇതിനുള്ള ഒരു നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 45,470 കോടി രൂപയാണ്. അഥവാ 25,029 കോടി രൂപയായിരുന്നു കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് കമ്പനിയുടെ നെറ്റ്വർത്ത്. അവിടെ നിന്നാണ് ഡബിളായിട്ട് വർദ്ധിച്ച് ഒരു 4 വർഷം കൊണ്ട് ഡബിളായിട്ട്, അതായത് ഏകദേശം ഡബിളാകുന്ന രൂപത്തിലാണ് നെറ്റ്വർത്തിൻ്റെ വർധനവ് കമ്പനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നല്ലൊരു ബിസിനസ് സ്ട്രാറ്റജി അവർക്കുണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ഇത്രയും നല്ല ഒരു കമ്പനി, ഇതൊക്കെയാണ് കണക്കുകൾ എങ്കിൽ ഈ കമ്പനിയുടെ ആ ഷെയറുകൾ ആരൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത് ഒന്ന് നോക്കാം. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 86.36% സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫിഗറും ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കമ്പനിയുടെ ഓണേഴ്സിൻ്റെ കയ്യിലാണ്. റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ 11.45%, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 1.11% സൂക്ഷിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ വളരെ തുച്ഛമായിട്ട് 0.55%, അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 0.53% ഉള്ളത്. ഇതാണ് ഈ കമ്പനിയുടെ ആകെ തുക ഒരു മിനിയേച്ചർ ഉള്ളത്. നിങ്ങൾക്ക് ഇതിലെന്താണ് തോന്നുന്നത്? വർധനവ് എന്ന് പറയുന്നത് പല മേഖലകളിൽ നിന്നും മനസ്സിലാകുന്നത് അടുത്ത 5 വർഷം കൊണ്ട് കമ്പനി 500 എത്തുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഫേക്കാകാം, അല്ലാതെ ആകാം. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കമ്പനിയിലുണ്ടോ ഇല്ലയോ? ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ലൊരു ഫിഗറിലാണ് കമ്പനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ എന്നുകൂടി മനസ്സിലാക്കുക. താല്പര്യമുള്ള ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.